2022 CGL പ്രിലിംസിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് ടൈം ആൻഡ് വർക്കിലെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ 40 പേരുടെ 15 ദിവസം കൊണ്ടാണ് 40 പേര് ഒരു വർക്ക് തീർക്കുന്നത്. പിന്നെ അതിൽ തന്നെ 3 ദിവസം കഴിഞ്ഞപ്പോൾ അവർ വർക്ക് തുടങ്ങി, 40 പേര് വർക്ക് തുടങ്ങിയിട്ട് 3 ദിവസം കഴിഞ്ഞപ്പോൾ 20 പേര് കൂടി ജോയിൻ ചെയ്തു. അങ്ങനെയാണെങ്കിൽ എത്ര ഡേയ്സിലാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്? ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഏറ്റവും ഷോർട്ട് ആയിട്ടുള്ള മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കാം. 40 പേരുടെ 15 ദിവസത്തെ വർക്കാണ് ടോട്ടൽ വർക്ക്. 3 days ആഫ്റ്റർ ദേ സ്റ്റാർട്ട്, അതായത് 3 ദിവസം കഴിഞ്ഞിട്ട് 3 ദിവസം ഈ 40 പേര് വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് 20 പേര് ജോയിൻ ചെയ്തു. അപ്പൊ 3 ദിവസം കഴിഞ്ഞാൽ 40 പേരുടെ 3 ദിവസത്തെ വർക്ക് കഴിഞ്ഞു. ബാക്കി 40 പേരുടെ 12 ദിവസത്തെ വർക്കാണ് ഇനി ബാക്കിയുള്ളത്. അത് ചെയ്യാൻ ഇപ്പൊ 20 പേര് കൂടി വന്നു. അതായത് 40ഉം 20ഉം 60 പേരാണ് ഇനിയുള്ളത്. ഈ 60 പേര് എത്ര ദിവസം കൊണ്ടാണ് തീർക്കുന്നത്? അത് ഞാൻ X days എടുക്കാണ്. 60 പേര് ഒരു D days കൊണ്ട് വർക്ക് തീർത്തുന്നത് ഞാൻ എടുക്കാണ്. ഇക്വേഷൻ വന്നേക്കുന്നത് 40 മിനിറ്റിന്റെ 15 ദിവസത്തെ വർക്കാണ് ടോട്ടൽ വർക്ക്. 3 days ആഫ്റ്റർ ദേ സ്റ്റാർട്ട് വർക്ക്. ഇപ്പൊ 40 പേര് 3 ദിവസം വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ന് പറയുമ്പോൾ 3 ദിവസത്തെ വർക്ക് തീർന്നു. അപ്പൊ ഇനി 40 പേരുടെ 12 ദിവസത്തെ വർക്കാണ് ബാക്കിയുള്ളത്. അപ്പൊ അത് ചെയ്യാൻ ഇപ്പൊ 20 പേരും കൂടി വന്നു, അതായത് 60 പേര് വന്നു. ഇനി അങ്ങോട്ട് 60 പേര് എത്രയോ ദിവസം കൊണ്ടാണ് വർക്ക് തീർക്കാൻ പോകുന്നത്? അപ്പൊ 60 പേര് ഈ വർക്ക് D days കൊണ്ട് തീർക്കാമെന്ന് വിചാരിക്കാം. ആണെങ്കിൽ ഈ ഡിയുടെ വാല്യൂ ഇനി അങ്ങോട്ടേക്ക് എടുക്കുന്ന ഡേയ്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 12, 5, 40/5 8 വരും. 8 ഇനി അങ്ങോട്ടേക്ക് എടുക്കുന്ന ഡേയ്സ്. അപ്പൊ ടോട്ടൽ ഡേയ്സ് ചോദിക്കുകയാണെങ്കിൽ ഈ 8ഉം ഓൾറെഡി ഒരു 3 ഡേയ്സും കൂടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 8 3 11 ദിവസം വരും. ഇതാണ് ഇത് ചെയ്യാനുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് വരുന്നത്.